ഒരു വ്യാപാരി മാർക്കറ്റിൽ നിന്നും ഒരു ഒട്ടകത്തെ വാങ്ങാൻ ആഗ്രഹിച്ചു. നല്ല ഒരു ഒട്ടകത്തെ കണ്ടുപിടിച്ച ശേഷം വിൽപ്പനക്കാരനുമായി ചർച്ച ആരംഭിച്ചു. വ്യാപാരിയും ഒട്ടക വിൽപ്പനക്കാരനും തമ്മിൽ ഒരു നീണ്ട വിലപേശൽ നടന്നു. അവസാനം ഒരു വില ഉറപ്പിച്ച് വ്യാപാരി ഒട്ടകം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തിയപ്പോൾ വ്യാപാരി തൻ്റെ വേലക്കാരനെ വിളിച്ച് ഒട്ടകത്തിൻ്റെ കജാവെ പുറത്തെടുക്കുവാൻ പറഞ്ഞു. കജാവയുടെ കീഴിൽ വേലക്കാരൻ ഒരു ചെറിയ വെൽവെറ്റ് ബാഗ് കണ്ടെത്തി. അത് തുറന്നപ്പോൾ വിലയേറിയ വജ്രങ്ങൾ കണ്ടു. അയാൾ വിളിച്ചു പറഞ്ഞു, മുതലാളി, നിങ്ങൾ ഒരു ഒട്ടകം വാങ്ങി, പക്ഷേ അതിനോടൊപ്പം സൗജന്യമായി വന്നത് നോക്കൂ, വജ്രങ്ങൾ. വ്യാപാരിയും ആശ്ചര്യപ്പെട്ടു. തൻ്റെ വേലക്കാരൻ്റെ കൈകളിലെ വജ്രങ്ങൾ സൂര്യപ്രകാശത്തിൽ മിന്നിത്തിളങ്ങുന്നതും അയാൾ കണ്ടു. വ്യാപാരി പറഞ്ഞു, ഞാൻ ഒരു ഒട്ടകമാണ് വാങ്ങിയത്, വജ്രമല്ല. ഞാനത് ഉടനെ തിരികെ നൽകണം. വേലക്കാരൻ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു, ഈ മുതലാളി എത്ര വിഡ്ഢിയാണ്. അയാൾ പറഞ്ഞു, അതിന് ഇതിൻ്റെ ശരിയായ ഉടമ ആരാണെന്ന് ആർക്കറിയാം. എന്നിരുന്നാലും വ്യാപാരി അയാളുടെ വാക്ക് കേൾക്കാതെ ഉടനെ മാർക്കറ്റിലെത്തി വെൽവെറ്റ് ബാഗ് കടയുടമയ്ക്ക് തിരികെ നൽകി. ഒട്ടക വിൽപ്പനക്കാരൻ വളരെ സന്തോഷവാനായിരുന്നു. അയാൾ പറഞ്ഞു, എൻ്റെ വിലയേറിയ കല്ലുകൾ ഖജാവയുടെ കീഴിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്ന് ഞാൻ മറന്നിരുന്നു. നിങ്ങളുടെ ഈ സത്യസന്ധതയ്ക്ക് പ്രതിഫലമായി നിങ്ങൾ ഏതെങ്കിലും ഒരു വജ്രം തിരഞ്ഞെടുത്തുകൊള്ളൂ. വ്യാപാരി പറഞ്ഞു, ഞാൻ ഒട്ടകത്തിന് ശരിയായ വില നൽകി, അതിനാൽ എനിക്ക് സമ്മാനങ്ങളൊന്നും ആവശ്യമില്ല. വ്യാപാരി നിരസിക്കുന്നതിനനുസരിച്ച് ഒട്ടക വിൽപ്പനക്കാരൻ കൂടുതൽ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വ്യാപാരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാസ്തവത്തിൽ ഞാൻ ബാഗ് തിരികെ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും വിലയേറിയ 2 വജ്രങ്ങൾ ഇതിനകം തന്നെ എൻ്റെ കയ്യിൽ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഈ കുറ്റസമ്മതമൊഴി കേട്ടപ്പോൾ ഒട്ടക വിൽപ്പനക്കാരൻ പ്രകോപിതനായി. അയാൾ പെട്ടെന്ന് ബാഗ് കാലിയാക്കി തൻ്റെ വജ്രങ്ങൾ എണ്ണാൻ തുടങ്ങി. പലവട്ടം എണ്ണി നോക്കി, പക്ഷേ അതിൽ നിന്ന് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. വജ്രങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷം ഒരു വലിയ നെടുവീർപ്പോടെ, ഇതെല്ലാം എൻ്റെ വജ്രങ്ങളാണ്, ഒന്നും കുറഞ്ഞിട്ടില്ല. നിങ്ങൾ എടുത്ത വിലയേറിയ 2 വജ്രങ്ങളൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. വ്യാപാരി ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, എൻ്റെ സത്യസന്ധതയും ആത്മാഭിമാനവും. സത്യസന്ധതയില്ലായ്മ ഇന്ന് ഒരു പതിവ് കാഴ്ചയായി തീർന്നിരിക്കുന്നു. ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും സത്യസന്ധതയില്ലാതെ അഴിമതി, വഞ്ചന, പണാപഹരണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതായ പത്രവാർത്തകൾ നാം ദിവസേന കേൾക്കുന്നു. സത്യസന്ധതയില്ലായ്മ ആധുനിക ബിസിനസ്സിൻ്റെ മുതൽക്കൂട്ടായും കണക്കാക്കപ്പെടുന്നു. ഈ കഥയിലെ ഒട്ടകം വാങ്ങിയ വ്യാപാരിയെപ്പോലെ നമുക്കും നമ്മുടെ വിലയേറിയ വജ്രങ്ങൾ കൈവിടാതെ സൂക്ഷിക്കാം.